സ്പൈഡർമാൻ ബ്രാൻഡ് എന്ന മൂവി ജൂലൈ അവസാനത്തോടെ റിലീസ് ആവുകയാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ഒഫീഷ്യൽ ട്രെയിലറും പിന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ട്രെയിലറും TV സ്പോട്ടുകളും മാത്രമല്ല പ്രസ് മീറ്റുകളും പ്രസ് ടൂറും ഇന്റർവ്യൂസും ഒക്കെ അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. സ്പൈഡർമാൻ ബ്രാൻഡ് ടെസ്റ്റ് സ്ക്രീനിംഗ് ഒക്കെ കണ്ടവർ പറയുന്നത് മൂവിയുടെ ക്ലൈമാക്സ് വളരെ ട്രാജിക് ആയിട്ടുള്ള ഒന്നാണെന്നാണ്. അതായത് ടെസ്റ്റ് സ്ക്രീനിംഗ് കണ്ടവരുടെ അഭിപ്രായ പ്രകാരവും റൂമേഴ്സ് പ്രകാരവും ഒക്കെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് സ്പൈഡർമാൻ ബ്രാൻഡ് അവസാനത്തോടെ പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ മരണപ്പെടുമെന്നാണ്. സ്പൈഡർമാൻ മരണപ്പെടുമോ? അഥവാ സ്പൈഡർമാൻ മരണപ്പെട്ടാൽ തന്നെ എന്താകാം അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒട്ടുമിക്ക മാർവൽ ഫാൻസിനും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വഴിയെ പറയാം. സ്പൈഡർമാൻ ബ്രാൻഡ് പ്രധാന വില്ലൻ ആരാണെന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. റൂമേഴ്സ് പ്രകാരം സ്പൈഡർമാൻ ബ്രാൻഡ് പ്രധാന വില്ലൻ ജാക്കാൽ ആണെന്ന് പറയുന്നുണ്ട്. ജാക്കാൽ ആണ് സ്പൈഡർമാന്റെ പ്രധാന വില്ലൻ എന്ന് തെളിയിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. 1974 പുറത്തിറങ്ങിയ ദി അമേസിംഗ് സ്പൈഡർമാൻ എന്ന കോമിക്കിന്റെ 129ാമത്തെ ഇഷ്യൂവിന്റെ കവർ പേജിനെ തന്നെ ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം. സ്പൈഡർമാനെ ഇല്ലാതാക്കാൻ ദ പണിഷർ എന്നറിയപ്പെടുന്ന വിജിലാൻഡി അവതരിക്കുന്നു. സ്പൈഡർമാനെ ഇല്ലാതാക്കാൻ ദ പണിഷറിനെ ഹയർ ചെയ്യുന്നതോ സാക്ഷാൽ ജാക്കല്. നമുക്കറിയാം സ്പൈഡർമാനോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കുന്ന ദ പണിഷറിന് എന്താകാം സംഭവിക്കാൻ പോകുന്നതെന്ന്. അതെ, സ്പൈഡർമാൻ അദ്ദേഹത്തെ തോൽപ്പിച്ച് സത്യങ്ങളെല്ലാം ദ പണിഷറിനോട് വെളിപ്പെടുത്തുകയാണ്. താൻ നല്ലവനാണെന്നും ജാക്കലാണ് യഥാർത്ഥ വില്ലനെന്നും ജാക്കല് തന്റെ വൃത്തികെട്ട പ്ലാനുകൾ നടപ്പാക്കാൻ വേണ്ടി ദ പണിഷറിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്നുമൊക്കെ. അങ്ങനെ ജാക്കലിനോട് റിവെഞ്ച് എടുക്കാൻ തയ്യാറാകുന്ന ദ പണിഷറിനെ ഒക്കെയാണ് ദി അമേസിംഗ് സ്പൈഡർമാൻ കോമിക്കിൽ നമ്മൾ കാണുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡ് ഇതുപോലെ തന്നെ കാണിക്കണമെന്നൊന്നുമില്ല, എങ്കിലും ഇതുപോലെയൊക്കെ സംഭവിച്ചേക്കാം. സ്പൈഡർമാൻ ബ്രാൻഡ് സേഡി സിംഗ് ചെയ്യുന്ന ക്യാരക്ടർ ജീൻ ഗ്രേ ആകുമെന്ന് റൂമേഴ്സ് ഉണ്ട്. സ്പൈഡർമാൻ ബ്രാൻഡ് ഏറ്റവും പുതിയ ട്രെയിലറിൽ വില്യം മെഡ്സറും DODCയും വേട്ടയാടുന്നത് സേഡി സിംഗ് വേഷമിടാൻ പോകുന്ന ജീൻ ഗ്രേ എന്ന മ്യൂട്ടന്റിനെ ആകാം. DODC തടവിലാക്കിയ ജീൻ ഗ്രേ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. മ്യൂട്ടൻസിനെ വെറുക്കുന്ന വില്യം മെഡ്സർ ജീൻ ഗ്രേയെ ഒരു വില്ലനായിട്ട് ചിത്രീകരിച്ച് അവളെ വീണ്ടും പിടികൂടാനായിട്ട് സ്പൈഡർമാനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവൾക്കെതിരെ അയക്കാൻ ശ്രമിക്കുന്നതാകാം. ഒരു ഒമേഗ ലെവൽ മ്യൂട്ടന്റ് ആയ ജീൻ ഗ്രേക്ക് വളരെ ശക്തമായ ടെലിപാത്തിക് ടെലികൈനറ്റിക് പവേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. മാത്രമല്ല തന്റെ പവേഴ്സ് ആയിട്ടുള്ള സൈക്കിക് എബിലിറ്റീസിന്റെ സഹായത്തോടെ ട്രെയിലറിൽ ഉടനീളം പലരെയും ജീൻ ഗ്രേ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജീൻ ഗ്രേ അല്ലായിരിക്കാം എല്ലാവരെയും മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്, അത് ജാക്കൽ ആയിരിക്കാം. അല്ലെങ്കിൽ ജാക്കൽ കാരണം മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ജീൻ ഗ്രേ ആയിരിക്കാം ഇവിടെ എല്ലാവരെയും മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്. ട്രെയിലറിൽ ആരോ സ്പൈഡർമാനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ജീൻ ഗ്രേയുടെ സൈക്കിക് പവേഴ്സിന് ഇമ്മ്യൂൺ ആയിട്ടുള്ള വ്യക്തി അത് സ്പൈഡർമാൻ മാത്രമാണെന്ന്. അവളുടെ സൈക്കിക് പവേഴ്സിനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നതും നിനക്ക് മാത്രമാണെന്ന്. അതെ, സ്പൈഡർമാന് ആ കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം സ്പൈഡർമാന് സ്പൈഡർ സെൻസ് ഉണ്ട്. ആ സ്പൈഡർ സെൻസ് ജീൻ ഗ്രേയുടെ സൈക്കിക് പവേഴ്സിൽ നിന്ന് മുക്തി നേടാൻ സ്പൈഡർമാനെ സഹായിക്കും. ഒരുപക്ഷെ പൂർണ്ണമായിട്ടല്ലെങ്കിലും സ്വല്പ നേരത്തേക്ക് മാത്രം തന്റെ സൈക്കിക് പവേഴ്സിന്റെ സഹായത്തോടെ സ്പൈഡർമാനെ മൈൻഡ് കൺട്രോൾ ചെയ്യാനൊക്കെ ജീൻ ഗ്രേക്ക് സാധിച്ചേക്കാം. ട്രെയിലറിൽ ഒട്ടുമിക്ക പേരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീൻ ഗ്രേയുടെ മൈൻഡ് കൺട്രോളിന് ഇമ്മ്യൂൺ ആയിട്ടുള്ളത് സ്പൈഡർമാൻ മാത്രമല്ല, മറ്റൊരാൾ കൂടെ ജീൻ ഗ്രേയുടെ സൈക്കിക് മൈൻഡ് കൺട്രോൾ പവേഴ്സിന് ഇമ്മ്യൂൺ ആണ്. അത് മറ്റാരുമല്ല, അത് ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷർ ആണ്. ദ പണിഷറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ മൈൻഡ് കൺട്രോൾ ചെയ്യാനോ ഒക്കെ അസാധ്യമായ കാര്യമാണെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ മനുഷ്യരെക്കാൾ വളരെയധികം ശക്തമായ മെന്റൽ ഡിഫൻസ് ആണ് പണിഷറിനുള്ളത്. വർഷങ്ങളോളം അദ്ദേഹം അനുഭവിച്ച ട്രോമയും മിലിറ്ററി ട്രെയിനിങ്ങുകളും മാത്രമല്ല കൃത്യതയോടുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളും ദ പണിഷറിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നത് പ്രയാസകരമാക്കുന്നു. എന്തിനേറെ പറയണം, മാർവൽ കോമിക്സിൽ ഗോസ്റ്റ് റൈഡറിന്റെ പെനൻസ് ടെയറിനെ റെസിസ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്തവനാണ് ദ പണിഷർ. സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാകാം സ്പൈഡർമാനെ പോലെ ദ പണിഷറും ജീൻ ഗ്രേയുടെ സൈക്കിക് മൈൻഡ് കൺട്രോളിൽ നിന്ന് ഇമ്മ്യൂൺ ആയത്. 2011 പുറത്തിറങ്ങിയ അൾട്ടിമേറ്റ് അവഞ്ചേഴ്സ് എന്ന കോമിക്കിന്റെ 4ാമത്തെ ഇഷ്യൂവിൽ രക്തം വാർന്ന് ക്യാപ്റ്റൻ അമേരിക്കയുടെ കയ്യിൽ കിടക്കുന്ന സ്പൈഡർമാനെ പറ്റി ഒന്ന് നോക്കാം. ഈ ഒരു കോമിക്കിൽ സ്പൈഡർമാന്റെ മരണത്തിന് ദ പണിഷർ ആണ് കാരണമാകുന്നത്. സൂപ്പർ ഹ്യൂമൻ വാർ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ അമേരിക്കയെ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ദ പണിഷറിൽ നിന്ന് ക്യാപ്റ്റൻ അമേരിക്കയെ സേവ് ചെയ്യാൻ വേണ്ടി ദ പണിഷറിന്റെ സ്നൈപ്പറിൽ നിന്ന് അതിവേഗത്തിൽ പാഞ്ഞെത്തിയ ബുള്ളറ്റിനെ സ്വയം ഏറ്റുവാങ്ങിയാണ് സ്പൈഡർമാൻ മരണപ്പെടുന്നത്. ഒരുപക്ഷെ മൂവിയിൽ ഇതേപോലെ
ഇതുപോലെ ഒരു സീൻ കാണുമെന്ന് തന്നെയാണ് റൂമേഴ്സ് പ്രകാരം നമുക്കറിയുവാൻ സാധിക്കുന്നത്. കോമിക്കിൽ ക്യാപ്റ്റൻ അമേരിക്കയെ സേവ് ചെയ്യാനാണ് സ്പൈഡർമാൻ തന്റെ ലൈഫ് സ്വയം സാക്രിഫൈസ് ചെയ്യുന്നതെങ്കിൽ മൂവിയിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ സേഡി സിംഗിന്റെ ജീൻ ഗ്രേ എന്ന ക്യാരക്ടറിനെ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ ദ പണിഷറിനെ തന്നെ സേവ് ചെയ്യാനോ ആകാം സ്പൈഡർമാൻ തന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോമിക്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ കയ്യിൽ രക്തം വാർന്നു കിടക്കുന്ന സ്പൈഡർമാനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലെ തന്നെ 2006 പുറത്തിറങ്ങിയ സിവിൽ വാർ എന്ന കോമിക്കിൽ വില്ലന്മാരായ ജാക്കോ ലാൻഡേന്റെയും ജസ്റ്ററിന്റെയും ബ്രൂട്ടൽ ആയിട്ടുള്ള ആക്രമണത്തിൽ വളരെയധികം പരിക്ക് പറ്റിയ സ്പൈഡർമാനെ അവന്മാരുടെ പക്കൽ നിന്ന് രക്ഷപ്പെടുത്തി ക്യാപ്റ്റൻ അമേരിക്കയുടെ സീക്രട്ട് ബേസിലേക്ക് എത്തിക്കുന്നത് ദ പണിഷർ ആണ്. അൾട്ടിമേറ്റ് കോമിക്കിൽ രക്തം വാർന്ന സ്പൈഡർമാനെ ക്യാപ്റ്റൻ അമേരിക്ക എങ്ങനെയാണോ തന്റെ കൈകളിൽ താങ്ങി പിടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് സിവിൽ വാർ കോമിക്കിൽ വളരെയധികം പരിക്ക് പറ്റിയ സ്പൈഡർമാനെ ദ പണിഷറും താങ്ങി പിടിച്ചിട്ടുള്ളത്. ദ പണിഷർ സ്പൈഡർമാനെ താങ്ങി പിടിച്ചിട്ടുള്ള ഈ കോമിക്കിലെ ഈ സീനിനെ സൂചിപ്പിക്കുന്ന അതേ സീൻ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ വിശ്വസിക്കണം. ആദ്യമൊക്കെ അത് AI വെച്ചുണ്ടാക്കിയ ഫോട്ടോ ആകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അതങ്ങനെയല്ല. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ സ്പൈഡർമാന് നല്ല ഇഞ്ചുറി സംഭവിക്കുകയും ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷർ സ്പൈഡർമാനെ ഒരു ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതുമായിട്ടുള്ള ഒരു ലീക്കായ ഫോട്ടോ ഇന്റർനെറ്റിലൊക്കെ ഇപ്പോൾ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കോമിക്സിലെ പോലെ എന്തെങ്കിലും ഒരു കാര്യം മൂവിയിൽ നടക്കാതിരിക്കത്തില്ല. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ അവസാനത്തോടെ പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ മരണപ്പെടുമെന്ന് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്പൈഡർമാൻ മരിക്കുമെന്നുള്ളതൊക്കെ ശരിയാണ്. എന്നാൽ സ്പൈഡർമാന്റെ ഡെത്ത് അത് പെർമനന്റ് അല്ല. സ്പൈഡർമാൻ മരണപ്പെട്ടാൽ മൂവിയുടെ അവസാനത്തോടെ എന്താണ് സംഭവിക്കുക എന്ന് ഒട്ടുമിക്ക എല്ലാ മാർവൽ ഫാൻസിനും അറിയാവുന്ന കാര്യമാണ്. അതെ, വെനം എന്ന സിംബിയോട്ട് സ്പൈഡർമാനെ റിവൈവ് ചെയ്യും, അല്ലെങ്കിൽ അവനെ മരണത്തിൽ നിന്ന് പുനർജീവിപ്പിക്കും. വെനം എന്ന സിംബിയോട്ട് റിവൈവ് ചെയ്ത് വെനവുമായിട്ട് ബോണ്ടായ സ്പൈഡർമാൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലോ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലോ ആകാം റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അതും സ്പൈഡർമാന്റെ ബ്ലാക്ക് സിംബിയോട്ട് സ്യൂട്ടില്. എന്തായാലും മരണപ്പെട്ട് കിടക്കുന്ന പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാനുമായിട്ട് വെനം എന്ന സിംബിയോട്ട് ബോണ്ട് ആകുന്നതാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നതെങ്കിൽ ഇതുപോലൊരു പെർഫെക്റ്റ് എൻഡിങ് ആ സിനിമയ്ക്ക് ഇനി കിട്ടാനില്ല. എന്തായാലും അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൽ സ്പൈഡർമാൻ തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതും സ്പൈഡർമാന്റെ ബ്ലാക്ക് സിംബിയോട്ട് സ്യൂട്ടിൽ. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന മൂവിയെ റിലേറ്റ് ചെയ്തുള്ള മറ്റു വീഡിയോസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന മൂവിയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ പലരും മിസ്സാക്കിയ ചെറിയ ചില ഡീറ്റെയിൽസിനെ പറ്റിയും ഈസ്റ്റർ എക്സിനെ പറ്റിയുമുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. എല്ലാവരും മറക്കാതെ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.